വെരി ഗുഡ്. ഓക്കെ. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാണ്ട് വന്നിട്ട് ഫിറ്റ്നസ് ആയിട്ട് മാറിയ ഒരാളാണ് ഞാൻ. എനിക്ക് മൊത്തത്തിൽ 8 ഐറ്റം ആയിരുന്നു ഫിസിക്കലിനുള്ളത്. അതിനകത്ത് 8 ഐറ്റം എനിക്ക് പാടായിരുന്നു. അത് 100 മീറ്റർ പോലും പാടായിരുന്നു. ഞാനൊരു 16 സെക്കൻഡിലൊക്കെ ആയിരുന്നു ഓടി കയറുന്നത്. അതിന് കറക്റ്റ് പ്രോപ്പർ ട്രെയിനിങ് എന്നത് അണ്ണനാണ്. അതായത് മറ്റ് പല അക്കാഡമിയിലെയും പിള്ളേർ എൻ്റെ അടുത്തൊന്ന് പറയുമായിരുന്നു എനിക്ക് കിട്ടുകൂടാന്ന്. എന്നിട്ട് ഈ ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു ഈ അണ്ണൻ കാരണമാണ് കിട്ടിയെന്ന്. അതൊരു ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ജമ്പൊന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അതിന് വേറെ പല ഐറ്റങ്ങളും അതേപോലെ തന്നെ ഈ ബോൾ ത്രോ അതുപോലുള്ള ഐറ്റങ്ങൾ അതായത് എനിക്ക് പിന്നെ 100 മീറ്ററുമാണ്. ഈ 100 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അണ്ണനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വട്ടം ഹില്ല് ചെയ്യിപ്പിക്കുമായിരുന്നു, ഹൈനി ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നതാണ്. അങ്ങനെ അവിടെ എനിക്ക് 12 സെക്കൻഡിലാണ് 100 മീറ്റർ ഓടിക്കയറുന്നത്. അതായത് അവസാന നിമിഷം പോലും എനിക്ക് 14 ആയിരുന്നു. എന്നിട്ടും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറേ ഹൈനി ചെയ്യിപ്പിച്ചൊക്കെയാണ് ഈ 12 എത്തിപ്പെട്ടത്. പിന്നെ ബോൾ ത്രോ ഞാൻ ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു. ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പോകുന്നതുകൊണ്ട് ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അത് എന്നും വൈകിട്ട് വന്ന് ബോൾ ത്രോ എറിയിപ്പിക്കുമായിരുന്നു. അപ്പം അതിനുള്ള കുറേ എക്സസൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയും ബോൾ ത്രോ കിട്ടി. പിന്നെ റോപ്പ് ഒന്നും അറിയത്തില്ലായിരുന്നു. റോപ്പ് ഇവിടെ വന്ന് കയറി പിന്നെ റോപ്പിന് കുറേ പുഷപ്പ് പഠിപ്പിക്കുമായിരുന്നു. പുഷപ്പ് പഠിപ്പിച്ച് അങ്ങനെ കയറിപ്പോയതാണ്. അതുകൊണ്ട് ഈ അക്കാഡമി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫിസിക്കലി പാസ്സായിട്ട് ഇപ്പം പോലീസായിട്ട് നിൽക്കുന്നത്. ഇപ്പം ലാസ്റ്റില് നമുക്ക് സുവൻ ഷായ്ക്ക് വന്നിട്ട് ലാസ്റ്റിലായിരുന്നു ഫിസിക്കൽ ഉള്ളത്. അപ്പോൾ 100-ല് പിന്നെ പറഞ്ഞ കണക്ക് വേറെ ആരുമില്ല, ബാക്കി എല്ലാവരും പാസ്സാവുന്ന സ്റ്റേജിലേക്ക് എത്തി. എല്ലാവരും പാസ്സും ആവുമായിരുന്നു, നമ്മളുൾപ്പെടെ എല്ലാവരും 100 മീറ്റർ നല്ല രീതിയിൽ പാസ്. അവസാനത്തെ ഒരു ട്രയൽസിലാണ് ഞാനും ഷോക്കായിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ട്രെയിനിങ് കൊടുത്തിട്ട് അവന് 16 സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ഇൻസ്ട്രക്ടർ എന്ന രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ മെയിൻ എനിക്കെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനർ. അങ്ങനെ ആ 16 സെക്കൻഡ് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി കർണൻ എന്ന് പറഞ്ഞ നേഴ്സിംഗ് അസിസ്റ്റന്റിന് വേണ്ടി ഒരു പയ്യനോട് ഉണ്ടായിരുന്നു അല്ലേ, കുറെ കഷ്ടപ്പെടുത്തി. ആ ഒരു ലാസ്റ്റ് ഒരാഴ്ചക്ക് മേളിൽ ചെയ്തില്ലേ നമ്മള്, ആ ഒരാഴ്ചയിലുള്ള കയറ്റമായിരുന്നു. അത് അമേസിംഗ് ആയിട്ടുള്ള പോക്കായിരുന്നു പോയത്. ആ രീതിയിലാണ് 100 പോയത്. അവസാനം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. 100 കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. 100 വളരെ സിമ്പിൾ ഇവന്റ്, അതുപോലെ ടൈമും ഉണ്ട്. അപ്പൊ 14 സെക്കൻഡ് സമയം ഉണ്ടായിരുന്നു. 14 സെക്കൻഡ് സമയമുണ്ട്. അപ്പൊ 14-നകത്ത് 100 ഒരു മനുഷ്യന് ഓടാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മള് ട്രെയിനിങ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഗ്രൗണ്ടിൽ ഒഴിക്കാൻ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവൂ. മനസ്സിലായി? എത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കി ഫിസിക്കൽ പാസ്സാവുന്ന റിസൾട്ട് ഓട്ടോമാറ്റിക് ദൈവം നിങ്ങളടുത്ത് കൊണ്ടുവരും. ഞാൻ ഇന്നും പറയുന്നത്, നിങ്ങൾ വരിക, ചെയ്യേണ്ട ഉത്തരവാദിത്വം എൻ്റെത്, പാസ്സാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെത്. പക്ഷെ റെഗുലറായിട്ട് വരേണ്ട ഉത്തരവാദിത്വം ആരുടെ? വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളത് മാത്രം. നിങ്ങൾ റെഗുലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 100% നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കി തരും. അതെൻ്റെ പ്രശ്നം. അത് നിങ്ങൾ മറന്നേക്ക്, അത് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ വരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ, വന്ന് കഷ്ടപ്പെടേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ. പറഞ്ഞ മനസ്സിലായി? പ്രശ്നം ഉണ്ടെങ്കിലും വരിക, പെയിൻ ഉണ്ടെങ്കിലും വരിക, അതിനനുസരിച്ച് മാറിക്കുക. ഞാൻ ഓരോരുത്തരെ ഇൻഡിക്കേറ്റ് ചെയ്ത് വർക്കൗട്ടും തരാറുണ്ട്.